Hi all, welcome to AICT, Astrack Institute of Commerce and Engineering Technology. മുന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത ആക്ടിവിറ്റീസ് തമ്മിൽ ലിങ്ക് ചെയ്യാന്ന് പഠിച്ചല്ലേ. നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം എങ്ങനെയാണ് റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. ഓരോ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടുള്ള റിസോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ പ്രൈമവേരയിൽ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതിനായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിസോഴ്സ് വിൻഡോയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ എന്റർപ്രൈസിൽ റിസോഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെയും കാണാം നമുക്ക് റിസോഴ്സിന്റെ ഓപ്ഷൻ. അപ്പൊ നമ്മൾ ഈ റിസോഴ്സിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാണ് റിസോഴ്സ് വിൻഡോ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. മുകളിൽ കാണാം നമുക്ക് കറണ്ട് പ്രൊജക്ട് റിസോഴ്സ് എന്നുള്ളത്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ വില്ല പ്രൊജക്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളാണ്. നമ്മൾ റിസോഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ റിസോഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. റിസോഴ്സ് ഐഡി, റിസോഴ്സ് നെയിം, റിസോഴ്സ് ടൈപ്പ്. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമുള്ള ടേബിൾ മാത്രം നമുക്ക് മതി. അതിനായിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോളംസിൽ പോവുക, കസ്റ്റമൈസ്. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്തതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. നമുക്ക് റിസോഴ്സ് ഐ ഡി, റിസോഴ്സ് നെയിം, അതുപോലെ റിസോഴ്സ് ടൈപ്പ് ഇത്ര മതി. അപ്പോൾ അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്രൊജക്റ്റിൻ്റെ നെയിം നമുക്ക് കൊടുക്കാം. വില്ല പ്രൊജക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് ഈ വില്ല പ്രൊജക്റ്റിന് അണ്ടറിലായിട്ട് നമുക്ക് ബാക്കി റിസോഴ്സ് ആഡ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട റിസോഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ടൈപ്പ് ഓഫ് റിസോഴ്സ് ഉണ്ടല്ലേ. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം 3 ടൈപ്പ് റിസോഴ്സ് ആണ് ഉള്ളത്. അതായത് ലേബർ, മെറ്റീരിയൽ, നോൺ ലേബർ. ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാൻ ആണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് ആവശ്യമുള്ള മെറ്റീരിയൽസ്. നോൺ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റിൽ ആവശ്യമായിട്ടുള്ള മെഷീനറീസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഫസ്റ്റ് ലേബർ നമുക്ക് മെയ്സൺ ആവശ്യമാണ്. മെയ്സനെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്തതായിട്ട് നമുക്ക് ഹെൽപ്പറെ ആവശ്യമാണ് പ്രൊജക്റ്റിലേക്ക്. ഇവിടെ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലേബേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെയ്സണ് അത് ടൈപ്പ് ഓഫ് റിസോഴ്സ് ലേബർ ആണ്. അതുപോലെ ഹെൽപ്പർ വേണം. നമുക്ക് വർക്കിന് പ്ലംബർ വേണം, ഇലക്ട്രിക്കൽ വർക്കിന് ആൾ വേണം, അതുപോലെ എഞ്ചിനീയറും. ഇതെല്ലാം ലേബറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്തത് വേണ്ട മെഷീനറി ആവശ്യമാണ്. മെഷീനറി നമുക്ക് ഏതാണ് ആവശ്യമുള്ളത്? JCB വേണമല്ലേ, സൈറ്റ് ലെവലിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് JCB എൻ്റർ ചെയ്യാം. അത് ടൈപ്പ് ഓഫ് റിസോഴ്സിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ നോൺ ലേബർ ആണ്. റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ആയിട്ട് ആവശ്യമുള്ളത് കോൺക്രീറ്റ് ആണ്. നമ്മളിവിടെ ടൈപ്പ് ഓഫ് റിസോഴ്സിൽ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനനുസരിച്ച് ഇവിടെ സിമ്പിൾ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഒരു ബ്രിക്കിന്റെ സിമ്പിളാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ മെഷീനറീസിനായിട്ട് നമ്മളൊരു ഗിയറിന്റെ ചിഹ്നമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ താഴെ ഡീറ്റെയിൽസിൽ പോവാം. ഡീറ്റെയിൽസിൽ പോയിട്ട് ഇവിടെ കലണ്ടർ എന്നുള്ളത്, ഇത് നമ്മൾ പ്രൊജക്റ്റിന് അസൈൻ ചെയ്ത കലണ്ടർ തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഞാൻ ഇവിടെ ഉള്ളത് ഞാൻ ക്രിയേറ്റ് ചെയ്ത കലണ്ടർ തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചേഞ്ച് ചെയ്യണം. നമ്മളിവിടെ കലണ്ടർ 6 വർക്കിംഗ് ഡേയ്സ് 6x10 hours വെച്ചിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് കറക്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇത്തരത്തിൽ എല്ലാ മെറ്റീരിയൽസിൻ്റെയും നമ്മൾ കലണ്ടർ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ കലണ്ടർ ഓക്കെയാണ്. ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കലണ്ടർ ചേഞ്ച് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കിവിടെ യൂണിറ്റ്സ് ആൻഡ് പ്രൈസ് ഓപ്പൺ ചെയ്യാം. ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. മാക്സിമം യൂണിറ്റ് പെർ ടൈം, അത് കൂടാതെ പ്രൈസും ഉണ്ട്. നമുക്ക് പ്രൈസ് കാണുന്നത് ഇന്ത്യൻ റുപ്പിയിലാണല്ലേ. നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് സൗദിയിലോ അതല്ലെങ്കിൽ UAE എന്നുണ്ടെങ്കിൽ നമുക്ക് ദിർഹംസോ അതല്ലെങ്കിൽ റിയാലിലൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടി വരും അല്ലേ റേറ്റ്. അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എഡിറ്റിൽ പോവാ. എഡിറ്റിൽ യൂസർ പ്രിഫറൻസ്, ഇതിൽ കറൻസി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഇന്ത്യൻ റുപ്പിയാണ്.
നമുക്ക് ഏതാണോ കറൻസി ആവശ്യമുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ റുപ്പിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ത്യൻ റുപ്പി തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ കറൻസി നമ്മൾ കരുതുന്ന കറൻസി അതിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്മിനിൽ പോവുക. അഡ്മിനിൽ കറൻസീസ് നമുക്ക് ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പുതിയൊരു കറൻസി ഏതാണോ വേണ്ടത് നമുക്ക് അത് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. നമുക്കിപ്പോൾ സൗദി റിയാൽ ആണെന്നുണ്ടെങ്കിൽ സൗദി റിയാൽ കൊടുക്കുക, ഷോർട്ട് കൊടുക്കുക. അതുപോലെ സൗദി റിയാൽ എൻ്റർ ചെയ്യുക. നമുക്ക് സിമ്പിൾ ഇവിടെ കൊടുക്കാം. ഏതാണോ സിമ്പിൾ വേണ്ടത്, SR എന്നുള്ളത്. ഇവിടെ സൗദി റിയാൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സൗദി റിയാൽ നമുക്ക് എഡിറ്റില് യൂസർ പ്രിഫറൻസിൽ കറൻസിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ നമുക്ക് കാണാൻ കഴിയും. സൗദി റിയാൽ എന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്യാം. സൗദി റിയാൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കറൻസി ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ മെയ്സന്റെ റേറ്റ് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം. ഇവിടെ കാണാം റുപ്പീസ് പെർ ഹവറിലാണല്ലേ. നമുക്ക് ഇത് പെർ ഹവറിലാണ് സാധാരണ കൊടുക്കാറുള്ളത്. ഇനി പെർ ഡേ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1000 ആണ് പെർ ഡേ എന്നുണ്ടെങ്കിൽ ഡി എൻട്രി ചെയ്യാം. അപ്പോൾ ഇവിടെ മാറിയിട്ട് ഹവേഴ്സ് മാറിയിട്ട് ഡേയ്സിൽ വന്നിട്ടുണ്ട്. സാധാരണ നമുക്ക് ഹവേഴ്സിലാണ് എൻ്റർ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഹവേഴ്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. 100 രൂപയാണ് പെർ ഹവറിന് കൊടുക്കുന്നത്. അതായത് 1000 രൂപ. ഹെൽപ്പറിന് നമ്മൾ 90 രൂപയാണ് പെർ അവർ കൊടുക്കുന്നത്. പ്ലംബർക്ക് 120 രൂപ പെർ അവർ. അതുപോലെ ഇലക്ട്രീഷ്യനും 120 രൂപ പെർ അവർ. എഞ്ചിനീയർക്ക് 150 രൂപ പെർ അവറിന്. അതുപോലെ JCB ആണെന്നുണ്ടെങ്കിൽ പെർ അവർ 1200. അപ്പൊ നമ്മുടെ ലേബറിനും മെഷീനറിക്കും നമ്മൾ റേറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തതായിട്ട് മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, പ്രൈസ് പെർ യൂണിറ്റ് എന്നുള്ളതിൽ RS പെർ യൂണിറ്റ് ആണ്. അതായത് കോൺക്രീറ്റ് നമ്മൾ പറയുമ്പോൾ M³ ആണല്ലേ റേറ്റ് പറയാം. ഇനി അതല്ല സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ എന്തിലാണ് പറയാ, 10 പറയാ, അല്ലെങ്കിൽ kgയിലായിരിക്കും. ഇത്തരത്തില് പെർ യൂണിറ്റ് എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് കോൺക്രീറ്റ് എന്നുള്ളത് പെർ ക്യൂബിക് മീറ്റർ, സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ പെർ ടൺ, അതല്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് പെർ നമ്പേഴ്സ്, സോളിഡ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ പെർ നമ്പേഴ്സ്. ഇത്തരത്തിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ ഡീറ്റെയിൽസ് വിൻഡോയിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാം യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത്. ഇവിടെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ വിൻഡോ ഓപ്പൺ ആയി വന്നപ്പോൾ ഇതിലൊന്നും ഇല്ല അല്ലേ, ഇതിൽ എംപ്റ്റി ആണ്. അപ്പൊ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യണം. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഈ വിൻഡോയിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനായിട്ട് നമുക്ക് അഡ്മിനിൽ പോവുക. അഡ്മിനിൽ നമ്മൾ ഇവിടെ അഡ്മിൻ കാറ്റഗറീസ് ഓപ്പൺ ചെയ്യാം. ഈ ലാസ്റ്റ് കാണാം യൂണിറ്റ് ഓഫ് മെഷർ എന്നുള്ളത് ഓപ്പൺ ആക്കുക. ഇവിടെയാണ് നമുക്ക് യൂണിറ്റ് ഓഫ് മെഷർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂണിറ്റ്സ് എന്നുള്ളത് അതായത് നമുക്ക് ക്യൂബിക് മീറ്ററിലാണല്ലേ. ക്യൂബിക്കിന്റെ ഷോർട്ട് ആയിട്ട് ക്യൂബിക് CUM എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഫുൾ നെയിം കൊടുക്കുക, ക്യൂബിക് മീറ്റർ എന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ സ്റ്റീൽ ആഡ് ചെയ്യുന്നത് 10 kgയിലായിരിക്കും. നമുക്കിവിടെ kgയിൽ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ യൂണിറ്റ് ഓഫ് നെയിം കിലോഗ്രാം എന്നുള്ളത് കൊടുക്കാം. അതുപോലെ അടുത്തത് നമുക്ക് നമ്പേഴ്സ് ആണ് ആവശ്യമുള്ളത്, കിലോഗ്രാം, അതുപോലെ തന്നെ ക്യൂബിക് മീറ്റർ എന്നുള്ളത്. അപ്പോൾ ഇനി ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് കോൺക്രീറ്റ് എന്നുള്ളത് ഡീറ്റെയിൽ എടുക്കുക. ഡീറ്റെയിൽ നമ്മളിവിടെ യൂണിറ്റ് ഓഫ് മെഷർമെന്റിൽ നമുക്കിവിടെ ക്യൂബിക് മീറ്റർ ആണ് ആവശ്യമുള്ളത്. ക്യൂബിക് മീറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. CUM നമ്മൾ ഷോർട്ട് കൊടുത്തത്. യൂണിറ്റ് ഓഫ് പ്രൈസിൽ പോയി നോക്കിയാൽ ഇപ്പൊ ഇവിടെ RS പെർ ക്യൂബിക് മീറ്റർ എത്രയാണോ രൂപ ഒരു ക്യൂബിക് മീറ്ററിന് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 6500 ആണ് പെർ ക്യൂബിക് മീറ്ററിന് റേറ്റ് വരുന്നത്. അത് നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റീലിനായിട്ടുള്ളതും നമ്മൾ ഡീറ്റെയിലിൽ പോവുക. സ്റ്റീലില് kg ആണ്, നമ്മൾ കിലോഗ്രാമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് റേറ്റ് 90 രൂപയാണ് പെർ കിലോഗ്രാമിൽ വരുന്നത്. അതുപോലെ പ്ലാന്റ് നമ്മൾ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാം, യൂണിറ്റ് സെറ്റ് ചെയ്യാം, നമ്പേഴ്സ് എന്നുള്ളത്. അതുപോലെ സോളിഡ് ബ്ലോക്കിന് നമ്മൾ നമ്പേഴ്സ് കൊടുക്കുന്നു. അപ്പൊ പ്ലാന്റിന് നമ്മൾ റേറ്റ് സെറ്റ് ചെയ്യുന്നു 1500 പെർ നമ്പർ ആണ്. അതുപോലെ സോളിഡ് ബ്ലോക്കിന് 38 രൂപ പെർ നമ്പർ.
അപ്പൊ നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ യൂണിറ്റ് റേറ്റും ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റിസോഴ്സ് ഓരോ ആക്ടിവിറ്റീസിന് നമ്മുടെ പ്രൊജക്റ്റിൽ അസൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.